അവിടെ ജനിക്കുക എന്നുള്ളതിന് അതിൻ്റെ ഗ്രീക്ക് പദം ജന്നാവോ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഫിസിക്കൽ ബർത്തിനെ കാണിക്കുന്നത്. പുതുതായി ജനിക്കണമെന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം പറയുന്നത് ഫ്രം എബോ, ഉയരത്തിൽ നിന്ന് ജനിക്കുക. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് സാംസ് 85. സംഗീത പ്രമാണിക്ക് ചീഫ് മ്യൂസീഷ്യന് കോരഹ് പുത്രന്മാർ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. എൻ്റെ 6th വേർഡ് പറയുന്നത്, വിൽ യു നോട്ട് ഗിവ് അസ് ലൈഫ് അഗെയിൻ സോ ദാറ്റ് യുവർ പീപ്പിൾ മേ റിജോയ്സ് ഇൻ യു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലേ. അപ്പോൾ കോരഹ് പുത്രന്മാർ ഇവിടെ പറയുക, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബോൺ എഗെയിൻ്റെ വീണ്ടും ജനനത്തെക്കുറിച്ച് കോരഹ് പുത്രന്മാർ ഒരു പ്രൊഫറ്റിക്കലി ഇവിടെ സംസാരിക്കുക. ഒരു പ്രൊഫറ്റിക്കൽ സാംസാണ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണേ, ഞങ്ങളെ വീണ്ടും ജനിപ്പിക്കണമേ എന്നുള്ളത്. എന്നാൽ അപ്പോസ്തലൻ ജോൺ ചാപ്റ്റർ 3:3 നിക്കോദമസിൻ്റെ ചോദ്യത്തിന് യേശു കൊടുക്കുന്ന ഒരു മറുപടിയാണ്, ജീസസ് ആൻസേർഡ് ആൻഡ് സെഡ് ടു ഹിം, truly, truly, I say to you, unless anyone is born again, he cannot see the kingdom of God. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ കോരഹ് പുത്രന്മാർ പറയുന്നു, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്ന്. യേശു പറയുക, പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. പുതുതായി ജനിക്കാത്ത ആർക്കും ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. അപ്പോൾ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ പുതുതായി ജനിക്കണമെന്ന് യേശു പറയുന്നു. കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ച് കൊളോസ്യർ 1:13 പറയുന്നത് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യമെന്നാണ്. പുത്രൻ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവാണ് ദൈവപുത്രൻ. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നമുക്കൊരു ബോൺ എഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അവിടെ ജനിക്കുക എന്നുള്ളതിന് അതിൻ്റെ ഗ്രീക്ക് പദം ജന്നാവോ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഫിസിക്കൽ ബർത്തിനെ കാണിക്കുന്നത്. എന്നാൽ യേശു ഇവിടെ പറയുന്നത് ബോൺ എഗെയിൻ എന്ന്, വീണ്ടും ജനിക്കണമെന്ന്, പുതുതായി ജീവിക്കണമെന്ന് യേശു പറയുന്നത്. അപ്പോൾ പുതുതായി ജീവിക്കുക അല്ലെങ്കിൽ ബോൺ എഗെയിൻ എന്നുള്ളതിൻ്റെ ആ പുതുതായി ജനിക്കുക എന്നുള്ളതിന് ഗ്രീക്ക് പദം കൊടുത്തിരിക്കുന്നത് അനോഥൻ എന്ന. അപ്പോൾ ബോൺ എഗെയിൻ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ പുതുതായി ജനിക്കുക എന്ന് പറയുന്നതിന് അനോഥൻ ജനോവ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ പദത്തെ ഒന്ന് ഡിക്ലെയർ ചെയ്ത്, അനാഥോൻ ജനാവോ. പുതുതായി ജനിക്കണമെന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം പറയുന്നത് ഫ്രം എബോ, ഉയരത്തിൽ നിന്ന് ജനിക്കുക. ഫ്രം ദ ഹയർ പ്ലേസ്, ഉന്നത സ്ഥലത്തിൽ നിന്ന് ജനിക്കുക. വിച്ച് കം ഫ്രം ഹെവൻ ഓർ ഗോഡ്, ദൈവത്തിൽ നിന്ന്, പിതാവിൽ നിന്ന്. ആമേൻ. അപ്പം ഉയരത്തിൽ നിന്ന്, ഉന്നത സ്ഥലത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ആമേൻ ജനിക്കുന്നതിനാണ് അനാഥോൻ ജനാവോ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ സ്വർഗീയമായ തലത്തിൽ നിന്ന് ജനിക്കണമെന്ന, ദൈവത്തിൽ നിന്ന് ജനിക്കണമെന്നാണ് യേശു ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് പുത്രനായ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് ഡിക്ലെയർ ചെയ്തേ, ഞാൻ പുത്രനായ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ പിതാവിനാൽ, സ്വർഗീയ പിതാവിനാൽ പിറക്കപ്പെട്ട വ്യക്തിയാണെന്നൊന്ന് ഡിക്ലെയർ ചെയ്തേ. ഞാൻ സ്വർഗീയ പിതാവിനാൽ ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഡിക്ലെയർ ചെയ്തേ. ആമേൻ. നിങ്ങൾ അനാഥോൻ ജനാവോ, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. ബോൺ അഗെയിൻ ആണ്. നിങ്ങൾ പിതാവിൽ നിന്ന് ജനിച്ചവരാണ്, യാഹ്വേയിൽ നിന്ന് ജനിച്ചവരാണ്, സ്വർഗീയ പിതാവായ യാഹ്വേയിൽ നിന്ന് ജനിച്ചവരാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ. ഗോഡ് ബ്ലെസ് യു.